മെയിൽ വോയിസ് പാടും. മെയിൽ വോയിസ് അതെ പാടും. അത് ചോദിച്ചപ്പോൾ അമല് ഇപ്പോൾ ഡ്യുവറ്റ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? കൂടുതൽ ചെയ്യാറുണ്ട്. ഒരു മെയിൽ വോയിസ് പാടുന്ന ഒരാളുണ്ടാവാറുണ്ട് അല്ലേ? ഇപ്പൊ കുറച്ചും കൂടിയും അമലിന്റെ അക്കൗണ്ടിൽ ഞാനിപ്പോ അതാണ് കാണുന്നത്, രണ്ടുപേരും കൂടി കൊളാബ് ചെയ്തത്. കൂടുതലും നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഇപ്പൊ വെറൈറ്റി ആയിട്ടുള്ള അല്ലേ എല്ലാവർക്കും താല്പര്യം. അപ്പം അങ്ങനെ ആൾക്കാരെ കണ്ടുപിടിക്കുക, എന്നിട്ട് അവരോട് ചോദിക്കുക, അങ്ങനെ കൊളാബ് ചെയ്യുക. അത് കഴിവുള്ളവർ അമല അതിൽ നിന്ന് കണ്ടുപിടിക്കുന്നു, എന്നിട്ട് അവരെല്ലാം കൂടി ചേർത്തിണക്കി വലിയൊരു സാമ്രാജ്യമാക്കി മാറ്റുന്നു. ഓക്കെ, കൊള്ളാം. ശരി, അപ്പൊ നമുക്ക് അരിമിഴിക്കുരുവി പാടാം. ആനച്ചന്തം പൊന്നാമ്പൽ ചമയും നിന്നാണച്ചിമിഴിൽ കണ്ടില്ല, കാണക്കടവിൽ പൊന്നൂഞ്ഞാൽ പടിയിൽ നിന്നോടച്ചിന്തും കേട്ടില്ല, ഓ കളപ്പുര കോലയിൽ നീ കാത്തു നിന്നില്ല, മരക്കുടക്കോണിൽ മെല്ലെ മീയൊളിച്ചില്ല, പാട്ടൊന്നും പാടില്ല, പാൽ തുള്ളി പെയ്തില്ല. ഞാൻ ചെറുതായിട്ട് ട്രൈ ഒക്കെ ചെയ്യുന്നുണ്ടോ പാട്ട്, പക്ഷെ ബാത്റൂമിലാന്ന് മാത്രം. ഇപ്പോൾ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തല്ലേ ഈ ഒരു വോയിസ് ഒക്കെ ഇങ്ങനെ പാടി തുടങ്ങിയത്? അപ്പോൾ കുട്ടികളൊക്കെ എന്താ പറയുന്നത്? അവർക്ക് ആക്ച്വലി പാട്ട് പാടുമെന്നറിയാം, പക്ഷെ ഇങ്ങനെ ഡുവൽ വോയിസ് പാടുമെന്നൊന്നും അറിയില്ല. അപ്പം അവർക്കൊരു പെട്ടെന്നൊരു ഇങ്ങനെ സർപ്രൈസ്ഡ് ആയൊരു ഇതായിരുന്നു. ആണല്ലേ? നീ ഇങ്ങനെയൊക്കെ പാടുമല്ലേ? അങ്ങനെ വിളിച്ചൊക്കെ പറ്റിക്കാനൊക്കെ എളുപ്പം, ഒരാളെ പ്രാങ്ക് ചെയ്യാനൊക്കെ അല്ലേ? പ്രാങ്ക് ചെയ്യാനൊക്കെ എളുപ്പം. ചെയ്തിട്ടുണ്ടോ അങ്ങനെ? ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പിന്നെ എല്ലാവർക്കും അറിയാം. എന്നുവെച്ചാൽ ഇപ്പം എന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയായിരിക്കും പറ്റിക്കാനാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഒന്നാമത് കുറച്ച് സ്ട്രെയിൻ ആണ് പാട്ട് പാടുന്ന ഒരു കാര്യം, എളുപ്പമുള്ളൊരു കാര്യമല്ല, എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല. അപ്പോൾ ഡ്യുവൽ വോയിസ് കുറച്ചും കൂടിയും സ്ട്രെയിൻ എടുക്കേണ്ടി വരും തോന്നുന്നത് അല്ലേ? ആണ്, കുറച്ചും കൂടിയും ബുദ്ധിമുട്ടാണത്. ഇപ്പോൾ അമലിന് ഇപ്പോൾ രണ്ട് ഐ മീൻ ബോയ് ലൈക്ക് ഫീമെയിലും മെയിലായിട്ട് അമൽ ഒരേ സമയം പാടും. അപ്പോൾ അത് എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് അമല്? അതിപ്പോ എനിക്കും അറിയത്തില്ല, അതിപ്പോ എങ്ങനെയോ സംഭവിച്ചു പോവാണ്. പറ്റുന്നുണ്ട്. ആണോ? ഓക്കെ. അപ്പൊ അമൽ എത്ര നാളായി ഇപ്പൊ പാട്ടൊക്കെ പഠിക്കുന്നത്? ഞാന് 7 വർഷം പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴും പിന്നെ സ്റ്റാർട്ട് ചെയ്തു ഒന്നുകൂടെ. +1 +2 ഒക്കെ ആയപ്പോഴത്തേക്കും പിന്നെ എനിക്ക് നല്ല മടി ഉണ്ടായിരുന്നു ആ ടൈമിൽ. പിന്നെ പഠിക്കാന്നുള്ള രീതിയിൽ ഞാൻ അങ്ങ് കുറച്ചു. അപ്പൊ പിന്നെ ഓർത്തു, പിന്നെ നമ്മൾ അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നത് ഇപ്പോഴല്ലേ നമുക്ക് പഠിക്കാൻ പറ്റൂ, പാട്ട് പഠിക്കാൻ പറ്റുന്ന ടൈമിലേ പഠിക്കാൻ പറ്റൂ. അപ്പൊ നന്നായിട്ട് അത് യൂസ് ചെയ്യാൻ ഓർത്ത് പിന്നെയും പോയി. ഒരു കലയുണ്ടെങ്കിൽ അത് എപ്പോഴും കൊണ്ടുനടക്കും. ഇപ്പൊ കലയിലൂടെയല്ലേ അമലിനെ എല്ലാവരും അറിഞ്ഞേ ആണല്ലേ? ശരി, നമുക്ക് എന്നാലും ഒരു ഗെയിമിലേക്ക് പോവാം. ഓക്കെ, ഇത് അടിപൊളി ഗെയിമാണ് കേട്ടോ. ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് കണ്ടുപിടിച്ചാണ്, ഞാനും എന്റെ ക്യാമറമാനും കൂടിയിട്ട്. എന്റെ പേര് മാത്രം പറഞ്ഞ് ചിലപ്പോൾ അവൻ അടുത്ത ക്യാമറയ്ക്ക് എടുക്കാൻ വന്നില്ലെങ്കിലോ. ഓക്കെ, അതുകൊണ്ടാണ്. ശരി, അപ്പോൾ ഇതിൽ കുറച്ച് പിക്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതിൽ ഏത് പാട്ടാണ് കണ്ടെത്തണം, ആ പാട്ട് പാടണം. സിമ്പിൾ ഗെയിമാ. ഓക്കെ, ഒരെണ്ണം തരാം ആദ്യം. ഇതിലൊരു സർപ്രൈസ് ഉണ്ട് ഇതില്, അത് ഞാൻ തന്നെ പറഞ്ഞിരേണ്ടി വരും. ഓക്കെ, ഫസ്റ്റ് നീലത്താമര അരുവി. എന്താണ് അതിൽ ഫസ്റ്റ് കാണുന്നത്? സ്വർണം പ്ലസ് സ്വർണത്താമര ആയിട്ടില്ല, എന്നാലും നീലത്താമര. എവിടെയാണ് അതില് നീലയില്ലേ? ഇത് വയലറ്റ് താമര അല്ല. അയ്യോ എടാ, നീ എന്നെ ഇങ്ങോട്ടും കിളിയാണല്ലോ. സ്വർണം അതിന് വേറെ വാക്കെന്താ? സ്വർണം പൊന്ന്. പൊന്ന്. ഇതിപ്പോ താമര അരുവി. താമര നോക്ക്, ഒന്നുകൂടി നോക്ക്. താമര പുഴ. ഇതൊന്നല്ല, പറയട്ടെ എന്നാ പറ. പൊന്നാമ്പൽ അടുത്തത് രണ്ടാമത്തെ. ഇതല്ലേ ഇച്ചിരി ടഫാണല്ലോ. അതാ പറഞ്ഞ എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഞാൻ കണ്ടുപിടിച്ചതാ. അതാണ് അങ്ങനെ. കടൽ. ഇത് കടല. അയ്യോ, മലർ. മലർ. ഞാൻ കണ്ട മറ്റേ പീനട്ടിന്റെ പുറത്തുള്ള സാധനം. കടൽ, മലർ, മുക്കുത്തി. ആ കുട്ടീനെ എവിടെയും കണ്ടുപിടിച്ചിട്ടുണ്ടോ?
ഇതാരാ? അല്ലേ? എടാ ഞാനാണോ? അതാ സർപ്രൈസ് നീ ഓ പറയണായിരുന്നു. അതായിരുന്നു ആ, surprise. ഏതാണ് ഈ ആ, ഇതൊക്കെ ഒന്നുകൂടെ. ഞാൻ Like ഇങ്ങനെ, അഭിനയിക്കാം. ഏതാണ് ഞാൻ ഈ വായിച്ചു beauty- തരട്ടെ, നീ അഭിനയിക്കാം. ഇങ്ങനെ പറയണായിരുന്നു ഏതാണ് ഈ ബ്യൂട്ടിഫുൾ ലേഡി? ഓക്കെ, അപ്പം എനിക്ക് കാര്യത്തിലേക്ക് വാ. കാര്യത്തിലേക്ക് വരും. സംഭവം ഇതെന്താണ് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ആരാ? ഞാൻ എന്താ? ഞാനൊരു പെണ്ണല്ലേ? ഓ ആ, പെൺ. പെണ്ണല്ലേ? മലർ പെൺ. മലർ പെൺ കൊടി. ആ ഇനി അത് ഇനി ആലോചിച്ച് നോക്കിയേ. മലർ കൊടി. പവിഴ മലർ പെൺകൊടി. ടഫാണ് കേട്ടോ, ടഫായിരുന്നു, ഭയങ്കര എളുപ്പമാണെന്ന് വിചാരിച്ചിട്ട് തന്നെ. അടുത്തത് ഇത് നീ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാനിപ്പോ ഇവിടെ എഴുന്നേറ്റ് പോകും, ഉറപ്പാണ്. ലാസ്റ്റ് നീ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഓക്കെ, എന്നാ കരിമിഴി കുരുവിയെ കണ്ടില്ല നെഞ്ചിരി പഠിച്ച് കേട്ടി കേട്ടു. ഒരെണ്ണമെങ്കിലും ഞാൻ ഇച്ചിരി നല്ലത് കണ്ടു കേട്ടോ. താങ്ക് യു. നിനക്കത് കിട്ടിയോണ്ട് നീ നല്ലതാന്ന് പറയും. എന്റെ സാധനം എടുത്തേ, ഞാൻ അടുത്ത ആൾക്ക് കൊടുക്കാനുള്ളതാ. അമൽ ഇങ്ങനെ ആരെങ്കിലൊക്കെ തേടിക്കൊണ്ടിരിക്കുന്നുണ്ടോ ജന്മങ്ങളായിട്ട്? ഇല്ല. സി അമല് പ്രപ്പോസൽസ് ഒന്നും വന്നിട്ടില്ലേ ഇൻസ്റ്റാഗ്രാമിലൂടെ? ചേട്ടാ ചനക്ക് ഇഷ്ടമാണ്. കൊറേ അങ്ങനെ പാട്ടൊക്കെ നല്ല എനിക്ക് പറയും ചനക്ക് ഇഷ്ടമാണെന്നൊക്കെ പറയും. ആണോ? അപ്പൊ അമൽ എന്താ പറയും? ഞാനെന്താ പറയാ, ഞാൻ മനസ്സിലാക്കാറില്ല. ആണോ? അങ്ങനെയല്ല, ഞാൻ കാണാറുണ്ട്. അമല് കാണാറുണ്ട്. അമല് റിപ്ലൈ മനസ്സിൽ തരുന്നുണ്ട്. അമലിന് കുറെ റിക്വസ്റ്റ് വരുന്നത് കൊണ്ടാണ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരിക്കലും അമൽ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ അമൽ ഇങ്ങനെ കുറെ സോങ്സ് ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമലിന് വല്ല ഓഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നോ? അങ്ങനെ ഓഫേഴ്സ് ആയിട്ട് വന്നിട്ടില്ല. ഇങ്ങനെ കുറെ പേര് വിളിച്ച് ഇങ്ങനെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. ഇങ്ങനെ എന്താ കൊള്ളാം, അടിപൊളിയാണ്, ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം, ഇങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ്